ഹലോ ഗൈസ്, വെൽക്കം ടു MFC ക്രിയേഷൻസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന API എങ്ങനെയാണ് എഴുതുന്നുള്ളത് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി ഇവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന API ഉണ്ട്. സോ ഈ ക്രിയേറ്റ് പോസ്റ്റ് ഫംഗ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്ന അറയിലോട്ട് പുതിയ പോസ്റ്റ് അപ്പൻഡ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ DB ഓപ്പറേഷൻ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ എങ്ങനെ നമുക്കൊരു പോസ്റ്റ് DBയിലോട്ട് ഇൻസേർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനായിട്ട് ഞാനൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. സോ ഞാൻ ഈ ഒരു ഫോൾഡറിൻ്റെ പേര് കൺട്രോളേഴ്സ് എന്ന് കൊടുത്തു. ദെൻ അതിനകത്ത് ഞാനൊരു കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. സോ പോസ്റ്റ് കൺട്രോളർ ഡോട്ട് ഗോ. ഓക്കെ, ദെൻ ഇതിൻ്റെ പാക്കേജ് നെയിം ഞാൻ പാക്കേജ് കൺട്രോളേഴ്സ് എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഡോട്ട് ഗോയിൽ നമുക്കൊരു ക്രിയേറ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ ഈ അറേ ആയിട്ട് മാത്രമേ ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. സോ ഇതുപോലെ ഒരു സെയിം ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കൺട്രോളർ ക്രിയേറ്റ് ചെയ്യണം. അതിലാണ് നമ്മൾ DB എങ്ങനെയാണ് ഒരു ഡാറ്റാ ബേസിലോട്ട് ഈ ഒരു പോസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക എന്നത് എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ഈ ഒരു ഫംഗ്ഷൻ തന്നെ അങ്ങ് കോപ്പി ചെയ്തു. അപ്പം ക്രിയേറ്റ് പോസ്റ്റ്, ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനിൽ ആദ്യം ചെയ്യുന്നത് നമുക്ക് ആദ്യം ഇൻപുട്ട് റീഡ് ചെയ്യണം. യൂസർ തരുന്ന ആ ഒരു പോസ്റ്റിൻ്റെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് റീഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ആ ഒരു ഡാറ്റ നമുക്ക് DBയിലോട്ട് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഇൻപുട്ടിൻ്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ വാർ ബോഡി സ്ട്രക്ട്. ഓക്കെ, ദെൻ നമ്മൾ ഇൻപുട്ടിനകത്ത് വാങ്ങുന്നത് നമ്മൾ ആദ്യം വാങ്ങുന്നത് ടൈറ്റിൽ ഉണ്ട്. സോ ടൈറ്റിൽ, അതിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആണ്. ഇത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ വേണം. ഡിസ്ക്രിപ്ഷൻ, ദെൻ സ്ട്രിങ്. ഓക്കെ, ദെൻ ഈ ഒരു വാർ ന്യൂ പോസ്റ്റിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ദെൻ നമുക്ക് ആ ഒരു ഇൻപുട്ട് നമ്മൾ ബൈൻഡ് ചെയ്യണം. സോ ഈ ബൈൻഡിനകത്തോട്ട് നമ്മുടെ ബോഡി പാസ് ഉണ്ട്. ഈ ബൈൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ നമുക്ക് ഒരു എറർ ചെക്ക് വേണം. ബൈൻഡിങ്ങിൽ എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത വരുന്നത് ഇവിടെ ചെയ്യുന്ന എന്താ, പോസ്റ്റ് അപ്പൻഡ്, അതായത് ആ ഒരു അറയിലോട്ട് അപ്പൻഡ് ചെയ്യുന്ന കോഡാണ്. സോ ഇവിടെയാണ് നമുക്ക് നമ്മുടെ DB ഓപ്പറേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ അറയിലോട്ട് അപ്പൻഡ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഡാറ്റാ ബേസിലോട്ട് അത് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് നമ്മുടെ ഗവൺമെൻറ് ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം ഇവിടെ CRUD ഇൻ്റർഫേസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഇവിടെ ക്രിയേറ്റ് എന്ന സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് DB ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മുടെ ഒരു മോഡലിൻ്റെ ഒരു പേലോഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ DB.create അതിനകത്തോട്ട് ഈ ഒരു നമ്മുടെ പേലോഡ് പാസ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് അവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ പോസ്റ്റിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. സോ പോസ്റ്റ് ഈക്വൽ ടു നമ്മുടെ മോഡൽസ് ഡോട്ട്, നമ്മുടെ മോഡലിനകത്ത് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം നമ്മുടെ മോഡൽസിനകത്ത് പോസ്റ്റ് എന്ന് പറയുന്ന മോഡലുണ്ട്. സോ അതിൻ്റെ ഇൻസ്റ്റൻസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിൽ ആരൊക്കെയുള്ളത്, അതിൽ ടൈറ്റിൽ ഉണ്ട്. സോ ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് യൂസർ നമുക്ക് ഇൻപുട്ടായിട്ട് തരുന്ന ടൈറ്റിലാണ്. സോ ബോഡി ഡോട്ട് ടൈറ്റിൽ. ഓക്കെ, ഇനിയുള്ളത് ആരാ, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഡോട്ട് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഇത് നമ്മുടെ ഡോക്യുമെന്റേഷൻ പോയി കഴിഞ്ഞാൽ കാണാം ഇവിടെ അടുത്തായിട്ട് വരുന്നത് റിസൾട്ട് DB.create. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റാ ബേസിൻ്റെ ഇൻസ്റ്റൻസ് വേണം. സോ നമ്മുടെ connect.go എന്ന് പറയുന്ന കോഡിലാണ് നമ്മൾ DB കണക്ഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് നമ്മുടെ DB ഇൻസ്റ്റൻസ് റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് റിട്ടേൺ ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് കീപ്പ് ചെയ്യാം. സോ നമുക്ക് ആ ഒരു വേരിയബിൾ നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. സോ അതിനായിട്ട് ഞാൻ വാർ DB എന്ന് പേര് കൊടുത്തു. ദെൻ അതിൻ്റെ ടൈപ്പ് വരുന്നത് gom.db. ഓക്കെ, ദെൻ ഞാൻ ഇവിടെ ഈ DBക്ക് പകരം നമ്മുടെ പുതിയ വേരിയബിൾ കൊടുത്തു, എറർ. ഓക്കെ, സോ സെയിം. ദെൻ ഈ ഒരു എറർ വേരിയബിളും ഞാൻ മുകളിൽ ക്രിയേറ്റ് ചെയ്തു. സോ വാർ എറർ. ഓക്കെ, ദെൻ ഇവിടെ ഈ ഒരു DB ഇൻസ്റ്റൻസ് റിട്ടേൺ ചെയ്യും. സോ ഇനി നമുക്ക് നമ്മുടെ കോഡിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു DB ഇൻസ്റ്റൻസ് വെച്ച് നമുക്ക് DB ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഈ ഫയൽ സേവ് ചെയ്തു. ദെൻ നമ്മുടെ പോസ്റ്റ് കൺട്രോളിലോട്ട് പോവാം. അവിടെ നമ്മൾ ആ ഒരു DB ഇൻസ്റ്റൻസ് എടുക്കുക. സോ റിസൾട്ട് ഈക്വൽ ടു നമ്മുടെ ഡാറ്റാബേസ് ഡോട്ട് DB ഡോട്ട് ക്രിയേറ്റ്. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു പോസ്റ്റ് ഇൻസ്റ്റൻസ് കൊടുക്കുക. ഓക്കെ, ദെൻ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ DB ഓപ്പറേഷൻ ഈ ഒരു ലൈനിൽ നടക്കും. എന്നിട്ട് നമ്മൾ ഈ പോസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യും. ഇത്രയും ചെയ്ത് സേവ് ചെയ്യാം. ഓക്കെ, സോ അതിനു മുമ്പായിട്ട് നമുക്കിവിടെ കുറച്ച് സംഭവങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഇമ്പോർട്ട്
നമുക്ക് ജിൻ ഇമ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റാബേസ് മോഡൽ ഇമ്പോർട്ട് ചെയ്യണം, ദെൻ ഡാറ്റാബേസിൻ്റെ ഇൻസ്റ്റൻസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് നമ്മുടെ അതിന് ഡാറ്റാബേസ് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്ത് നേരെ എവിടെ ഇടാം. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ജിന്ന് വേണം, അതുപോലെ നമുക്ക് മോഡൽസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് ഇവിടെ ഒരു പോസ്റ്റ് ആപ്പ് ഡാറ്റാബേസ് സ്ലാഷ് മോഡൽസ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഇമ്പോർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇത് സേവ് ചെയ്യുക, നേരെ നമ്മുടെ മെയിൻ ഡോട്ട് ഗോയിലോട്ട് പോവാം. അവിടെ ഈ കൺട്രോളർ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ കൺട്രോളർ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് mfc creations സ്ലാഷ് പോസ്റ്റ് ആപ്പ് സ്ലാഷ് കൺട്രോളേഴ്സ്. ഓക്കെ, ദെൻ താഴോട്ട് വരാം. ഇവിടെ നമ്മുടെ ക്രിയേറ്റ് പോസ്റ്റിൻ്റെ പകരമായിട്ട് നമ്മുടെ കൺട്രോളേഴ്സ് ഡോട്ട് ക്രിയേറ്റ് പോസ്റ്റ്. ഓക്കെ, ക്രിയേറ്റ് പോസ്റ്റ് C ക്യാപിറ്റൽ ആയിരിക്കണം, നമ്മുടെ പോസ്റ്റ് കൺട്രോളറിലും. ഓക്കെ, ഇനി സേവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ അതിനായിട്ട് ഗോ റൺ മെയിൻ ഡോട്ട് ഗോ. സോ ഇപ്പോൾ നമുക്കൊരു എറർ കാണാം, റിസൾട്ട് ഡിക്ലെയർ ബട്ട് നോട്ട് യൂസ്ഡ്. ഓക്കെ, സോ നമ്മുടെ കൺട്രോളറിലോട്ട് പോവാം. സോ ഓക്കെ, നമ്മൾ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. സോ അത് ഇവിടെ യൂസ് ചെയ്യില്ല. ഓക്കെ, സോ നമുക്കിവിടെ ഒരു എറർ ചെക്ക് നടത്താം. അതായത് EB ഓപ്പറേഷൻ നടക്കുമ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ആ ഒരു എറർ റിട്ടേൺ ചെയ്ത് എറർ ത്രോ ചെയ്തിട്ട് നമുക്ക് അവിടുന്ന് റിട്ടേൺ ചെയ്യണം. സോ അതിനായിട്ട് നമ്മുടെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യാം. സോ ഇഫ് റിസൾട്ട് ഡോട്ട് എറർ നോട്ട് ഈക്വൽ ടു നിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോണ്ടെക്സ്റ്റ് ഡോട്ട് സ്റ്റാറ്റസ് 400 ദെൻ റിട്ടേൺ. ഓക്കെ, ദെൻ സേവ് ചെയ്യാം. ഇത് നമുക്ക് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. സോ ഗോ റൺ മെയിൻ ഡോട്ട് ഗോ. അപ്പോൾ നമുക്ക് വേണം നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ 5000 റൺ ചെയ്യുന്നുണ്ട്. ഇനി നേരെ പോസ്റ്റ്മാൻ എടുക്കാം. സോ നമ്മുടെ URL അടിക്കാം. സോ ലോക്കൽ ഹോസ്റ്റ് 5000/post. അത് പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. ഇത് നമ്മുടെ ബോഡിക്കകത്ത് നമ്മുടെ ഡാറ്റ കൊടുക്കണം. സോ അതിനായിട്ട് നമുക്കതിന് വേണ്ടത് ടൈറ്റിൽ വേണം. ദെൻ ടൈറ്റിൽ ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് ടൈറ്റിൽ എന്ന് കൊടുത്തു. ദെൻ പിന്നെ വേണ്ടത് ഡിസ്ക്രിപ്ഷനാണ്. സോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ ടെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഈ API ഹിറ്റ് ചെയ്യാൻ പോവാണ്. സോ നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് വിത്ത് ID ഉണ്ട്, ക്രിയേറ്റഡ് അറ്റ്, അപ്ഡേറ്റഡ് അറ്റ്, ദെൻ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ. അതായത് ഈ ഒരു പോസ്റ്റ് നമ്മുടെ ഡാറ്റാബേസിലോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. നമ്മുടെ PG അഡ്മിനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്ന ടേബിളൊന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും ഈ ഒരു ഡാറ്റ. അപ്പോൾ അവിടെ DBയിലോട്ട് നമ്മൾ കൊടുത്ത ഡാറ്റ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗോം യൂസ് ചെയ്തിട്ട് ഒരു ക്രിയേറ്റ്, അതായത് ഇൻസേർട്ട് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്ര പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.